ഇക്രിമയുടെ മുന്നിൽ കൊണ്ടുപോയി കാണിക്കൂ, ഇക്രിമയോട് പറയൂ ഈ തലപ്പാവ് മുഹമ്മദ് തന്നുവിട്ടു, ഇക്രിമയ്ക്ക് മാപ്പ് കൊടുക്കുന്നു എന്നതിന്റെ തെളിവായിട്ട് അങ്ങനെ തലപ്പാവ് ഊരി കയ്യിൽ കൊടുത്ത് ബദ്ധവൈരിയായിരുന്ന ഇക്രിമയ്ക്ക് സുരക്ഷിതത്വത്തിന്റെ പ്രതീകമായി അടയാളമായി തലപ്പാവ് ഊരി കൊടുത്തുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഇക്രിമയെ തിരിച്ചു കൊണ്ടുവരാൻ ഭാര്യ ഓടുകയാണ്. ആ തലപ്പാവുമായിട്ട് ഓടുകയാണ്. കടലോരത്ത് ചെല്ലുമ്പോൾ കപ്പലിൽ കയറി യാത്ര ആരംഭിക്കാൻ പോകുന്ന ഇക്രിമയോട് തലപ്പാവ് ഉയർത്തിക്കാണിച്ചിട്ട് പറയുകയാ, ഇത് മുഹമ്മദിന്റെ തലയിൽ വെച്ച തലപ്പാവാ. ഇക്രിമ എന്ന ബദ്ധവൈരിക്ക് താൻ മാപ്പ് കൊടുത്തിരിക്കുന്നു എന്നതിന്റെ തെളിവായി ലോക സൃഷ്ടിക്ക് കാരണക്കാരനായ, പ്രപഞ്ച സൃഷ്ടിക്ക് കാരണക്കാരനായ, പ്രപഞ്ചത്തിന് മൊത്തം കാരുണ്യമായ, കാരുണ്യത്തിന്റെ പ്രതീകമായ കാരുണ്യമെന്ന വാക്ക് അതിന്റെ ഏതെല്ലാം അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ ആ മൊത്തം അർത്ഥതലങ്ങളും ഉൾക്കൊണ്ട മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കാരുണ്യത്തിന്റെ പ്രതീകമാണ് മക്കളെ, അവിടുന്ന് കരുണയുടെ പ്രതീകമാണ് മക്കളെ, അവിടുന്ന് നന്മയുടെ പ്രതീകമാണ് മക്കളെ. ആ പ്രവാചകന്റെ കാരുണ്യത്തിന്റെ വശം ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത ഓരോ സത്യവിശ്വാസിക്കുമുണ്ട്. പ്രവൃത്തി കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കണം, ജീവിതം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് റസൂലുള്ളാഹിയെ പഠിപ്പിച്ചു കൊടുക്കണം ലോകത്തിന്റെ മുമ്പിൽ. അള്ളാഹുവിന്റെ ഹബീബിനെ മനസ്സിലാക്കാൻ നിൽക്കുന്നവർ കാണുന്നത് ആരെയാ? സഫിയായെ കൊന്ന ഹംസെ. 13 വയസ്സുള്ള പെൺകുട്ടിയെ കൊണ്ടുപോയി ഗോവയിൽ കൊണ്ടുപോയി കരാറുകാർക്ക് കാഴ്ച വെച്ചിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് 3 പീസായിട്ട് മുറിച്ചിട്ട് ചക്കിനകത്ത് കെട്ടിയിട്ട് അത് കൊണ്ടുചെന്നിട്ട് കനാല് പണിയുന്നതിന്റെ അരികിൽ കൊണ്ടുവന്ന് ഗോവയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട ഹംസ. ഈ ഹംസയാ കാണുന്നത്. അതിനയാൾക്ക് കൂട്ടുനിന്ന അയാളുടെ ഭാര്യ. അത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങോട്ട് വരുന്നുണ്ട്, പിന്നെ കാണുന്നത് ആരെയാ? മദ്രസയിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6 വയസ്സുള്ള പൊന്നുമോൾ. ആ പൊന്നുമോൾ സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് വിളിച്ച് കൊണ്ടുപോയി പേരയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ് അകത്ത് കയറ്റിയിട്ട് 6 വയസ്സുള്ള പൊന്നുമോളെ മാനഭംഗപ്പെടുത്തി കൊന്നിട്ട് അത് ചാക്കിനകത്ത് കെട്ടി മയ്യത്ത് കൊണ്ടുപോയി മട്ടുപ്പാവില ശവം കൊണ്ടുപോയി സൂക്ഷിച്ചിരുന്ന മറ്റൊരു മുസൽമാനെ. പിന്നിങ്ങോട്ട് വരുമ്പോ സ്വന്തം മകളെ നിരവധി പേർക്ക് കാഴ്ചവെച്ച് അവസാനം സഹികെട്ടിട്ട് ആ മോള് ആളുകളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞ സ്വന്തം മകളെ വ്യഭിചാരത്തിന് കൊണ്ട് നടക്കുന്ന പിതാവിനെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്വന്തം മകളെ സ്വയം വ്യഭിചരിച്ച പിതാവിനെ. ഇതൊക്കെ പത്രങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അടുത്ത സമയത്ത് ഞാൻ ഇപ്പോൾ ഈ പ്രശ്നകലുഷിതമായ ചെങ്ങറയിൽ പോവുകയുണ്ടായി, ചെങ്ങറ സന്ദർശിക്കാൻ. അവിടെ ചെന്നപ്പോൾ ചെങ്ങറയിൽ ഒരുപാട് ദലിതുകളായ സഹോദരിമാരും സഹോദരന്മാരും മറ്റു പല മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഉണ്ട്. അവരൊക്കെ വളരെ ആവേശത്തോടു കൂടി ഞാൻ ചെന്നപ്പോൾ അവർ സ്വീകരിച്ചു, സന്തോഷപൂർവ്വം വളരെ ആഘോഷപൂർവ്വം ഞാൻ ചെന്നതിനെ അവർ കണ്ടു. പക്ഷെ എനിക്ക് അവിടെ നിന്ന് പോരുമ്പോൾ എൻ്റെ കൽബ് പൊടിഞ്ഞുപോയി. കാരണം എന്താ? അവിടെ 120-ലധികം മുസ്ലിം കുടുംബങ്ങളും അവിടെയുണ്ട് ചെങ്ങറയിൽ. ഹാരിസൺ എസ്റ്റേറ്റിന്റെ ഭൂമി കയ്യേറാൻ സ്വന്തമായിട്ട് 1 ഇഞ്ച് ഭൂമിയില്ലാത്തതിന്റെ പേരിൽ ഹാരിസൺ എസ്റ്റേറ്റിന്റെ ഭൂമി കയ്യേറാൻ വേണ്ടി പോയി അവിടെ വെറും പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് ചെറിയ കൂരകൾ ഉണ്ടാക്കിയിട്ട് 10, 20, 25 വയസ്സുള്ള അവിവാഹിതകളായ മുസ്ലിം പെൺകുട്ടികളെയും കൊണ്ട് മാതാപിതാക്കന്മാര്, പിതാക്കളില്ലാത്ത മാതാക്കന്മാര് ഒക്കെ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഈ പെണ്ണുങ്ങളുമായിട്ട് അവിടെ കഴിയുക. എന്റെ മുമ്പിലേക്ക് ഇങ്ങനെ അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ട് ഓടി ഓടി വരിക. തലയിൽ തട്ടമിട്ട 20, 25 വയസ്സുള്ള പെൺകുട്ടികൾ. ഇവരോരോരുത്തരും ഓരോ മഹല്ലിലെ അംഗങ്ങളാണെന്ന കാര്യം നാം ഓർക്കണം. ഇവരൊക്കെ ഓരോ മഹല്ലിലെ അംഗങ്ങളാ. പള്ളികൾ വെക്കാൻ അടിയാണ്. പള്ളി എത്ര ലക്ഷവാ. അല്ലാഹു തആല ഇങ്ങനെ പറയുന്നു, മുസ്ലിങ്ങൾക്ക് ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, തഖ്വ വർദ്ധിപ്പിക്കുക. റമളാൻ ആകുമ്പോൾ പ്രത്യേകം റമളാനിൽ ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാകാൻ വേണ്ടി നോമ്പ് നിർബന്ധമാക്കി. 80 കൊല്ലം നോമ്പ് പിടിച്ചിട്ടും തഖ്വ വർദ്ധിക്കുന്നില്ല, 70 കൊല്ലം പിടിച്ചിട്ടും തഖ്വ വർദ്ധിക്കുന്നില്ല. നോമ്പ് ഇങ്ങനെ പിടിച്ചോണ്ടേയിരിക്കുക, തഖ്വ വർദ്ധിക്കുന്നില്ല. ആകെ ഉമ്മത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? സിമന്റും കമ്പിയും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. സിമന്റ് ഫാക്ടറിക്കാരന്റെ സിമന്റിൽ പകുതിയിലധികം പള്ളികൾ വെച്ച് തീർക്കുകയാ. വലിയ ഇപ്പൊ ഞാനൊരു പള്ളി ഉദ്ഘാടനത്തിന് പോയി കൊല്ലം ജില്ലയിൽ. എവിടാന്ന് നിങ്ങൾക്കറിയും? 2.5 കോടി രൂപ മുടക്കി വെച്ച പള്ളി. 2.5 കോടി രൂപ. 2.5 കോടി രൂപ. 2.5 കോടി എന്ന് പറഞ്ഞാൽ 250 ലക്ഷം അല്ലേ? ഇവിടെ അങ്ങനെ തന്നെയല്ലേ? അതെ, 2.5 കോടി രൂപ മുടക്കി വെച്ച പള്ളി. എന്താ 2.5 കോടി രൂപയുടെ പള്ളി? എത്രയോ പള്ളികൾ ഇങ്ങനെ കെട്ടിയിട്ട് പള്ളിയുടെ മുകളിലത്തെ നിലയിൽ പ്രാവ് തൂറിയിട്ട് ഇങ്ങനെ കിടക്കുകയാ, കാഷ്ടിച്ചിട്ട്. മേളത്താളെ നിസ്കരിക്കാൻ ആളില്ല, മേളത്തെ നിലയിലേക്ക് കയറാൻ പോലും പറ്റാത്തവണ്ണം ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുക, ആളില്ല.